നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ട്രേഡിങ്ങിൻ്റെ ചലഞ്ച് തുടങ്ങിയിട്ട് 25 ദിവസത്തെ വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കൂടി ട്രേഡ് ചെയ്തു. ആ ട്രേഡ് ചെയ്തത് ഒരു ഭയങ്കര ട്രാജഡി ആയി മാറിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ട്രാജഡി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിങ് തുടങ്ങിയിട്ട് ഏകദേശം നമ്മൾ ടാർഗറ്റ് എല്ലാം ഈ മാസം അച്ചീവ് ചെയ്തതിന് ശേഷം ഒരു ഡ്രോ ഡൗൺ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് നമ്മൾ റിക്കവർ ചെയ്തിട്ട് 45,000 അടുത്ത് നമ്മൾ പ്രോഫിറ്റിൽ നമ്മൾ ക്യാപിറ്റൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2 ദിവസത്തെ ട്രേഡിങ്ങിൽ ഞാൻ സെൻസെക്സ് എക്സ്പയറിയുടെ തലേ ദിവസം ഒരു പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്തു. ആ പൊസിഷൻ പി ഇ പൊസിഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് 77,000. പക്ഷെ അന്നത്തെ നൈറ്റ് ക്രൂഡ് ഓയിലിൻ്റെ വില ഒറ്റയടിക്ക് താഴ്ന്നതെല്ലാം കൂടിയായിട്ട് മാർക്കറ്റ് നല്ലൊരു പോസിറ്റീവിലാണ് ഓപ്പൺ ആയതും അതിനനുസരിച്ചിട്ട് മാർക്കറ്റ് ഒരു ബിയറിഷ്നെസ്സിൻ്റെ സിഗ്നലൊന്നും കാണിക്കാതെ മുകളിലേക്ക് ഒറ്റയടിക്ക് പോവുകയും ചെയ്തു. ആ ഒരു ട്രേഡിൽ നമ്മളുടെ ഒരു ക്യാപിറ്റലിൻ്റെ ഒരു നല്ലൊരു എമൗണ്ട് നമുക്ക് നഷ്ടമായി. ഏകദേശം ഞാൻ കാണിച്ചു തരികയാണെങ്കിൽ നമുക്ക് ആ ഒരൊറ്റ ട്രേഡിൽ 29,000-ഓളം രൂപ നമുക്ക് നഷ്ടമായി. നമ്മൾ ചലഞ്ചിൻ്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടായിരുന്നു അത് സംഭവിച്ചത്. ഇപ്പോൾ ഫൈനൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ആകെ ഉള്ളത് 7,000 ഉറുപ്പിയാണ്. 7,900 എന്തായാലും ചലഞ്ച് നിർത്തുന്നില്ല, കണ്ടിന്യൂ ചെയ്ത് പോകാൻ തന്നെയാണ് പ്ലാന്. പക്ഷേ വിത്ത് ഡിസിപ്ലിൻ നമ്മൾ നല്ല രീതിയിൽ ഡിസിപ്ലിനിലായിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഏകദേശം ഈ ഒരു 14,000-ൻ്റെ ലോസ് നമുക്ക് വരുന്നത് വരെ നല്ല രീതിയിൽ ഡിസിപ്ലിനിൽ തന്നെയാണ് നമ്മളിത് അതുവരെ കവർ ചെയ്ത് പോയതും ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. ഇത് വരുന്നത് വരെ നമുക്ക് ഈ ലോസ് വന്നതിന് ശേഷം നമ്മുടെ മൈൻഡ് കൺട്രോളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓവർ ട്രേഡ് എടുക്കാനും കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാനും എല്ലാം തുടങ്ങിയത് ഈ ഒരു ലോസ് വന്നതിന് ശേഷമാണ്. പിന്നീട് ആ ലോസ് റിക്കവർ ചെയ്യും, 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് റിക്കവർ ചെയ്യാനുള്ള ചാൻസും മാർക്കറ്റ് തന്നു. പക്ഷെ അതിനുശേഷം നമ്മൾ ആ 53,000 എന്നുള്ള ആ ലെവലിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളൊരു ഗ്രീഡ് മനസ്സിലുണ്ടായിരുന്നു. ആ ഗ്രീഡാണ് കഴിഞ്ഞ ദിവസം തിരിച്ച് 48,000 നിന്നാണ് ഈ ഒരു ട്രേഡ് ലോസിലേക്ക് വന്നത്. ജേണൽ കാണിച്ചു തരുവാണെങ്കിൽ ഈ 4,958 പ്രോഫിറ്റ് വന്നതിന് ശേഷം ആണ് തിരിച്ച് ഒറ്റയടിക്ക് ലോസിലോട്ട് വന്നത്. അപ്പോൾ എല്ലാ ട്രേഡേഴ്സിൻ്റെയും ഇടയിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അത്. നമ്മൾ ഡിസിപ്ലിനായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ക്യാരി ഫോർവേഡ് ട്രേഡ് ചെയ്യില്ല എന്നുള്ളത് ഒരു ഇതിലായിരുന്നു നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ റൂൾസ് എല്ലാം ഫോളോ ചെയ്തിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്കൊരു ലോസ് വന്നപ്പോൾ ആ റൂളെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് സംഭവിച്ചത്. ഇനി നമ്മളിപ്പോൾ എന്ത് ഉണ്ടായതെന്ന് വെച്ചാൽ 2-3 മാസം പിറകോട്ട് പോയി. ഇനി ആ 20,000 എത്തണം, നമ്മളുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ എത്തണമെങ്കിൽ തന്നെ 1-2 ദിവസം സ്ട്രഗിൾ ചെയ്ത് 1-2 ദിവസമല്ല 1-2 മാസം സ്ട്രഗിൾ ചെയ്ത് ട്രേഡ് ചെയ്താലേ ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ പറയുന്ന മാതിരി ട്രൈ ചെയ്ത് നോക്കാം എത്ര മാസം കൊണ്ട് നമുക്ക് ആ തിരിച്ച ലെവലിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത്. എന്തായാലും ഡിസിപ്ലിനോട് കൂടിയിട്ടാണ് ഇനി ബാക്കിയുള്ള ദിവസങ്ങൾ ട്രേഡ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം തീരുമാനിച്ച് ആ റൂൾസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ക്യാപിറ്റൽ ആഡ് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ ആഡ് ചെയ്യാൻ ഈ ഒരു ക്യാപിറ്റൽ വെച്ച് തന്നെ തിരിച്ച് എടുക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കൂടുതൽ ക്യാപിറ്റൽ ആഡ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമ്മളുണ്ടാക്കിയ ലോസിൻ്റെ നമ്മൾ ചെയ്ത മിസ്റ്റേക്കിൻ്റെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് എത്രത്തോളം ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് പ്ലാന്. ചെറിയ പ്രോഫിറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും 1-2 മാസം സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ 20,000 എന്നുള്ള ലെവലിലേക്ക് എത്തുള്ളൂ. പിന്നെ അവിടുന്ന് നമുക്ക്
പതുക്കെ പതുക്കെ മുന്നോട്ട് പോവാം. എന്തായാലും എല്ലാത്തിനും കൂടെ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. ഈ ഒരു ചലഞ്ച് മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനാണ് പ്ലാൻ. എന്തായാലും ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്താണ് അപ്ഡേറ്റ് എന്ന് അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാം. താങ്ക് യു ഫോർ വാച്ചിങ്.